നമസ്കാരം, നിങ്ങൾക്കെല്ലാവർക്കും പാർട്ട് ടൈം ട്രേഡറിൻ്റെ ഒരു പുതിയ ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ എല്ലാ ആഴ്ചയും ചെയ്യുന്നത് പോലെ നിഫ്റ്റിയുടെ വീക്ക്ലി അനാലിസിസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പം മന്ത്ലി, വീക്ക്ലി, ഡെയിലി ടൈം ഫ്രെയിമിൽ നമ്മൾ നിഫ്റ്റിയുടെ ചാർട്ട് അനാലിസിസ് ചെയ്യാൻ പോവുകയാണ്. അപ്പം ഇതൊരു എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. വീഡിയോ കൃത്യമായിട്ട് കാണുക, മുഴുവനായിട്ടും കാണുക, കംപ്ലീറ്റ് ആയിട്ട് ഇൻഫർമേഷൻ ലഭിക്കുന്നതിന് വേണ്ടി. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും നിഫ്റ്റിയുടെ മന്ത്ലി ചാർട്ടാണ് ഞാനിവിടെ ഓപ്പൺ ആക്കിയിരിക്കുന്നത്. നമുക്കിവിടെ കാണാൻ സാധിക്കും ജൂലൈ മാസത്തെ സ്ട്രോങ് ബുള്ളിഷ് ക്യാൻഡലിൻ്റെ ക്ലിയർ ആയിട്ട് കണ്ടിന്യൂവേഷനാണ് നമുക്ക് ഓഗസ്റ്റ് മാസവും തന്നത്. അപ്പം ഓഗസ്റ്റ് മാസത്തെ ക്യാൻഡിൽ കംപ്ലീറ്റ് ആയിട്ട് ഫോം ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം ജസ്റ്റ് സെപ്റ്റംബർ മാസത്തെ ക്യാൻഡിൽ ഫോം ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഈ സെപ്റ്റംബർ മാസത്തെ ക്യാൻഡിൽ ജസ്റ്റ് ഫോം ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളൂ. പക്ഷേ ഈ ഒരു ക്യാൻഡിലിൽ നിന്ന് നമുക്ക് ചെറിയൊരു വീക്ക്നെസ് കാണാൻ സാധിക്കുന്നുണ്ട്. കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ഒരു ഗ്രീൻ ക്യാൻഡിലാണ് നമുക്ക് ഇവിടെ ജസ്റ്റ് സെപ്റ്റംബർ മാസം ഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു ഓഗസ്റ്റ് മാസം ക്ലോസ് ചെയ്തതിനേക്കാളും വളരെ താഴെയാണൊരു ഗ്യാപ്പ് ഡൗൺ ആണ് ഓപ്പൺ ആയിരുന്നത്. അപ്പം അത് തന്നെ നമുക്കൊരു ചെറിയൊരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ആണ്. അതിനുശേഷം കുറച്ച് മുകളിലേക്ക് പോയതിന് ശേഷം വീണ്ടും ഒരു ചെറിയ താഴോട്ട് മാറിയാണ് ഒരു ക്ലോസിങ് തന്നിരിക്കുന്നത്. അപ്പം ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഒരു ക്യാൻഡിൽ നിന്ന് നമുക്ക് ഇതാണ് കാണാൻ സാധിക്കുന്നത്. ചെറിയൊരു ബീറിഷ് സെൻറ്റിമെൻറ്റ്സ് നമുക്ക് ഈ ഒരു മന്ത്ലി ക്യാൻഡിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി വീക്ക്ലിയിലായിട്ടൊന്ന് പോയി നോക്കാം. അപ്പോൾ വീക്ക്ലിയിലായിട്ട് പോയി കഴിയുമ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും നമ്മുടെ ഈ ഒരു മൂവ്മെൻറ്റ്. അപ്പം ഈ ഒരു മൂവ്മെൻറ്റ് ഈ ഒരു റീജിയണിൽ മുകളിൽ പോയി അതിനുശേഷം ഈ ഒരു റിജക്ഷൻ ക്യാൻഡിലിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് നമുക്ക് ഇവിടം വരെ ഒരു മൊമെൻറ്റം തന്നു. അപ്പോൾ ഇവിടം വരെ മൊമെൻറ്റം ഒരു കറക്ഷൻ ഉണ്ടായി കഴിഞ്ഞപ്പോൾ നമുക്ക് ഈ ഒരു ട്രെൻഡ് ലൈൻ ഇപ്പോഴും ഇമ്പോർട്ടൻസ് ഉണ്ട്. ആ ഒരു ട്രെൻഡ് ലൈനിൻ്റെ താഴെ ക്ലോസിംഗ് ഒന്നും തന്നിട്ടില്ല വീക്കിലിയിൽ. അപ്പം ഈ ഒരു ട്രെൻഡ് ലൈനിലേക്ക് വന്നിട്ട് അവിടെ ഒരു സപ്പോർട്ട് എടുത്ത് ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ് ഇവിടെ ഫോം ചെയ്തിരിക്കുന്നത്. അപ്പം ഇവിടെ നമുക്ക് ഈ ഒരു വീക്കിലി ക്യാൻഡിൽ നിന്ന് നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മുടെ ഈ ഒരു ട്രെൻഡ് ലൈനിൽ ഒരു സപ്പോർട്ട് എടുത്ത് ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ഫോം ചെയ്തിരിക്കുന്നു. അപ്പം ഇവിടെ ഈ ഒരു സപ്പോർട്ട് എടുത്ത് ഒരു അപ്സൈഡ് മൊമെൻറ്റത്തിന് വേണ്ടി പോയി. അപ്പോൾ നമ്മുടെ ഈ ഒരു ചാനൽ ബ്രേക്ക് ചെയ്ത് അതിൻ്റെ മുകളിലേക്ക് ഒരു ക്ലോസിങ്ങിന് വേണ്ടി ഒന്ന് ട്രൈ ചെയ്തു. പക്ഷേ അവിടെ പ്രൈസ് സർവൈവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതിന് മുകളിൽ പോയതിന് ശേഷം താഴോട്ട് വന്നിട്ടാണ് നമുക്കൊരു ക്ലോസിങ് തന്നിരിക്കുന്നത്. അപ്പം അത് ഒരു ചെറിയൊരു നെഗറ്റീവ് സൈഡാണ് വീക്ക്ലിയിൽ. പക്ഷേ നമുക്ക് മുമ്പോട്ട് പോകുമ്പം ഒരുപക്ഷെ നെക്സ്റ്റ് ക്യാൻഡിൽ ഒരുപക്ഷെ ആ ഒരു റീജിയണിന് മുകളിൽ ക്ലോസിങ് തരാം. ഈ ഒരു മുകളിൽ ക്ലോസിങ് തരാം. അതിനുശേഷം ഈ ഒരു റീജിയൺ 18,000 മുകളിൽ അതിൻ്റെ കണ്ടിന്യൂവേഷൻ തരാം. അപ്പോൾ 18,000 മുകളിലൊക്കെ ഒരു വീക്കിലി ബുള്ളിഷ് ക്യാൻഡിൽ ഒരു ക്ലോസിങ് തന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് മുകളിൽ പോയാൽ പോരാ, അല്ലെങ്കിൽ ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ് ഉണ്ടായിട്ടുണ്ടായി കാര്യമില്ല. നമുക്ക് ക്ലോസിങ്ങിൻ്റെ ബേസിസിലാണ് ഏറ്റവും ബെറ്റർ. അപ്പം ബെറ്റർ ഡിസിഷൻസ് എടുക്കാൻ സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു 18,000 മുകളിലൊക്കെ ഒരു വീക്കിലി ക്യാൻഡിൽ ഒരു ക്ലോസിങ് തരികയാണെങ്കിൽ നമുക്ക് ഈ മാർക്കറ്റിൽ ലോങ് ടൈമിൽ ഒരു അപ്സൈഡ് മൊമെൻറ്റം നമുക്ക് വീണ്ടും എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഈ ഒരു വലിയൊരു ചാനലിൻ്റെയൊക്കെ ബ്രേക്ക് ഔട്ട് ആയിട്ടൊക്കെ ഒരു പക്ഷേ ഫ്യൂച്ചറിൽ അപ്സൈഡ് മൊമെൻറ്റം തരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പം നമുക്ക് ഒരു വീക്കിലിയിൽ സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. അത് സപ്പോർട്ട് മുമ്പോട്ട് പോകുമ്പോഴത്തേനും ഇനി വീക്കിലിയിൽ ഏത് ക്യാൻഡിലാണ് ഫോം ചെയ്യുന്നതെന്ന് നമുക്ക് കണ്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പം അതുപോലെ തന്നെ ഈ വീക്കിലിയിൽ ഈ ഒരു റീജിയണിന് താഴെ വീക്കിലി ക്യാൻഡിൽ ക്ലോസിങ് തന്നിട്ടുണ്ടെങ്കിൽ വീണ്ടും മാർക്കറ്റ് നെഗറ്റീവ് സൈഡിലേക്ക് പോവുകയാണ്. അതുപോലെ തന്നെ ഒരുപക്ഷെ ഈ ഒരു ട്രെൻഡ് ലൈനും നമുക്കൊരു ബ്രേക്ക് ഡൗൺ ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട്. നമുക്കിനി ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് ഒന്ന് പോയി നോക്കാം. ഡെയിലി ടൈം ഫ്രെയിമിൽ നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു റീജിയനിലാണ് മാർക്കറ്റ് കഴിഞ്ഞതിന് മുമ്പത്തെ ആഴ്ച ക്ലോസ് ചെയ്തിരുന്നത്. അതിനുശേഷം ഇത്രയും താഴെ ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണായി, അതിനുശേഷം ഒരു അപ്സൈഡ് മൊമെൻറ്റം തന്നു, വീണ്ടും ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയി. അതിനുശേഷം ഈ ഒരു കൺസോളിഡേറ്റഡ് റീജിയണിന് മുകളിൽ ഒരു ക്ലോസിങ് തന്നു. നമ്മൾ വീണ്ടും ഒരു അപ്സൈഡ് മൊമെൻറ്റം എക്സ്പെക്റ്റ് ചെയ്തു. വീണ്ടും ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ്, അതിനുശേഷം വീണ്ടും ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ്. വളരെ മാർക്കറ്റ് വോളറ്റൈലായിട്ടാണ് മാർക്കറ്റ് മൂവ്മെൻറ്റ് തന്നുകൊണ്ട് ഇരിക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള കണ്ടീഷനിൽ വേണമെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കാം. അതിനുശേഷം ഒരു അപ്സൈഡ് മൊമെൻറ്റോ അല്ലെങ്കിൽ ഒരു ഡൗൺ സൈഡ് മൊമെൻറ്റിലേക്ക് വരുമ്പോഴത്തേനും നമുക്ക് എൻട്രീസ് കൺസിഡർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം ഇവിടെ മാർക്കറ്റ് ഒരു കൺസോളിഡേഷനാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏകദേശം 17,300 ഒരു 17,700 ഇടയ്ക്ക് ഒരു കൺസോളിഡേഷനാണ് നമുക്ക് മാർക്കറ്റിൽ കാണാൻ സാധിക്കുന്നത് കുറേ ദിവസങ്ങളായിട്ട്. അപ്പം നമുക്ക് അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു ചെറിയൊരു ഈ ഒരു മൊമെൻറ്റം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതൊരു
ബിയറിഷ് പാറ്റേൺ, അതായത് ബിയറിഷ് ട്രെൻഡിലേക്ക് പോകുന്നുണ്ടോ എന്നൊരു ഒന്ന് ഉറപ്പ് വരുത്തേണ്ടതായിട്ടും ഉണ്ട്. അപ്പം ഈ ഒരു വ്യൂ ആണ് നമുക്ക് മന്ത്ലിയിലും വീക്കിലിയിലും ഡെയിലിയിലും കാണാൻ സാധിക്കുന്നത്. അപ്പം ഈ ഒരു റീജിയൻ 17,780 അല്ലെങ്കിൽ 17,800 അത് കൺസിഡർ ചെയ്യാം. അതുപോലെ തന്നെ 17,150 റീജിയൻ, ഈ ഒരു 2 റീജിയൻസിനും ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇതിന് മുകളിൽ ഒരു ഡെയിലി ക്യാൻഡിൽ ക്ലോസിംഗ് ഒക്കെ തന്നു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഈ ഒരു 18,000 വരെയുള്ള ഒരു അപ്സൈഡ് മൊമെൻറ്റം നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഏകദേശം ഒരു 200 പോയിൻറ്റ്, വീണ്ടും 200 പോയിൻറ്റ് മുകളിലാണ് വീണ്ടും റെസിസ്റ്റൻസ് വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഇത് ഒരു ബ്രേക്ക് ഡൗൺ ഒക്കെ തരികയാണെങ്കിൽ 17,150 താഴെ ഒരു ഡൗൺ സൈഡ് ഒക്കെ ഒരു ക്ലോസിങ് തരികയാണെങ്കിൽ വീണ്ടും നമുക്ക് 16,800 വേണ്ടിയൊക്കെ ഒന്ന് ജസ്റ്റ് വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം ഇതാണ് നമുക്ക് മാർക്കറ്റിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്ന വ്യൂ. എപ്പോഴും ഈ ഒരു മുകളിൽ, ഇതിന് മുകളിൽ ഒരു വീക്കിലിയിൽ ഒരു ക്ലോസിങ്ങിന് വേണ്ടിയാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. അപ്പം ആ ഒരു റീജിയന് മുകളിലൊക്കെ നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ വീക്കിലിയിൽ ക്ലോസിങ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപക്ഷെ കണ്ടിന്യൂവേഷൻ തന്നേക്കാം. അപ്പം എപ്പോഴും നമുക്ക് ഈ വീക്കിലിയിൽ നമുക്ക് ഇത്രയും ഒരു അപ്സൈഡ് മൊമെൻറ്റം ഉണ്ടായതിന് ശേഷം ഈ ഒരു കറക്ഷനൊക്കെ മാർക്കറ്റിൽ നോർമലാണ്. അപ്പം അത് ഒരു കറക്ഷനായിട്ട് നമുക്ക് ഇപ്പോഴും കൺസിഡർ ചെയ്യാം. ഒരു ട്രെൻഡ് ബിയറിഷ് ഈ ഒരു അപ് ട്രെൻഡിന് ഓപ്പോസിറ്റായിട്ട് ബിയറിഷ് ട്രെൻഡിലേക്ക് പോയി എന്നൊന്നും നമുക്കിതുവരെ മാർക്കറ്റിൽ പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പം ഒരുപക്ഷെ ഈ ഒരു റീജിയനിൽ നന്നായിട്ട് കൺസോൾഡേറ്റ് ചെയ്തിട്ടൊക്കെയാണ് ഒരു ബ്രേക്ക് ഔട്ടൊക്കെ തരുന്നതെങ്കിൽ ഫ്യൂച്ചറിൽ ക്ലിയർ ആയിട്ട് അതൊരു ബ്രേക്ക് ഔട്ട് ആയിട്ട് കൺസിഡർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതനുസരിച്ച് നമുക്ക് ട്രേഡ്സ് എടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനാണെങ്കിലും അല്ലെങ്കിൽ ഷോർട്ട് ടൈമിലേക്ക് ട്രേഡ്സ് എടുക്കുന്നതിന് വേണ്ടിയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല സ്റ്റോക്ക് ബ്രോക്കേഴ്സാണ് അപ് സ്റ്റോക്സ്, അതുപോലെ തന്നെ സെറോദ. അപ്പോൾ ഈ ഒരു 2 ബ്രോക്കേഴ്സിലും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് മാക്സിമം ഫ്രീ ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സാണ് 2 പേരും. അപ്പം ഈ ഒരു 2 ബ്രോക്കേഴ്സും നമുക്ക് ഏറ്റവും അനുയോജ്യമാണ്. അപ്പം ഇതിൻ്റെ അകത്ത് എങ്ങനെ അക്കൗണ്ട് ഓപ്പൺ ആക്കണമെന്നും അതുപോലെ തന്നെ അക്കൗണ്ട് ഓപ്പൺ ആക്കാനുള്ള ലിങ്കും എല്ലാം വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്വിംഗ് ട്രേഡിംഗ് ചെയ്യുന്നതിനും ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനും ആവശ്യമായിട്ടുള്ള എല്ലാ ട്യൂട്ടോറിയൽ വീഡിയോസും നമുക്ക് ഒരു പ്ലേലിസ്റ്റായിട്ട് നമ്മൾ ഈ ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ പോയി നിങ്ങൾക്ക് ആ വീഡിയോസ് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം നമ്മൾ ഫ്രീ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞ് നമ്മൾ അതിൻ്റെ വാല്യൂ, ആ ഒരു ട്യൂട്ടോറിയൽ വീഡിയോസിൻ്റെ വാല്യൂ വളരെ ഇമ്പോർട്ടൻസ് ആണ് മാർക്കറ്റിലേക്ക് വരുന്നവർ. വലിയ ഒരു പ്രോഫിറ്റിലേക്ക് പോകാതെ കിട്ടുന്ന രീതിയിലൊന്നുമല്ല നമ്മൾ മാർക്കറ്റിലേക്ക് വരേണ്ടത്. അത്യാവശ്യം മീഡിയം ആവറേജ് എടുക്കാൻ വേണ്ടി, ആവറേജ് റിട്ടേൺ മാത്രം എടുക്കാൻ വേണ്ടി മാർക്കറ്റിലേക്ക് വരിക. അപ്പം പതിയെ നമുക്ക് കൂടുതലായിട്ട് കൂടുതലായിട്ട് പഠിക്കാനും അതുപോലെ തന്നെ കൂടുതലായിട്ട് പതിയെ നമുക്ക് ഫ്യൂച്ചറിൽ ഗ്രോത്ത് നേടാനും സാധിക്കുന്നതായിരിക്കും. അപ്പം ഞാൻ വിചാരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടെന്ന്. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ബാക്കിയുള്ള പ്ലാറ്റ്ഫോമിലും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ കാണുന്നവരെ ഗുഡ് ബൈ ആൻഡ് ജയ് ഹിന്ദ്.